തന്നെ ഈ വരുന്ന റബീഉൽ അവ്വൽ ആഘോഷിക്കാൻ നിൽക്കുന്ന സഹോദരങ്ങൾ സ്വന്തം മനസ്സുകളോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ പ്രവാചകൻ പറഞ്ഞു, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന അള്ളാഹുവിന്റെ വാചകം പ്രഖ്യാപിച്ച ആ പ്രഖ്യാപനത്തെ തുടർന്നുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു സ്വഹാബത്തിനോട്, സ്വഹാബത്തെ ഞാൻ എത്തിച്ചു തന്നില്ലയോ നിങ്ങൾക്ക്? ഞാൻ എത്തിച്ചു തന്നില്ലയോ? ബലായ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ താങ്കൾ എത്തിച്ചു തന്നിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതോടുകൂടി മതം പൂർത്തിയായി. മഹാനായ ഇമാം മാലിക് റഹിമഹുല്ല പറഞ്ഞില്ലേ, മനിബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അതൻ, ഇസ്ലാമിലെ ആരെങ്കിലും പുതുതായിട്ട് ഒരു കാര്യം കൊണ്ടുവന്നു എന്നിട്ട് യറാഹ ഹസന, അവൻ അതിനെ ഒരു നല്ലതായിട്ട് കാണുന്നു. മുസ്ലിയാർ ഇവിടെ പറഞ്ഞില്ലേ, ഭക്ഷണം കൊടുക്കലല്ലേ, മദ്ഹ് പാടലല്ലേ, നല്ലതല്ലേ എന്നൊക്കെ അവൻ കാണുന്നു എങ്കിൽ ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല, അവൻ വാദിക്കുന്നത് അള്ളാഹുവിന്റെ റസൂൽ തന്റെ റിസാലത്തിനെ വഞ്ചിച്ചു എന്നുള്ളതാണ്. കാരണം എന്താണെന്നറിയോ? മതം പൂർത്തിയായി. മതം പഠിപ്പിക്കാനാ റസൂല് വന്നത്. ശറയിൽ ആചരിക്കപ്പെടേണ്ട കാര്യങ്ങൾ പഠിപ്പിക്കാനാ റസൂല് വന്നത്. ദീൻ ഇസ്ലാമിൽ അനുഷ്ഠിക്കേണ്ട പ്രവർത്തനങ്ങളെ കുറിച്ചും പുണ്യമുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചും സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചും പഠിപ്പിക്കാനാ റസൂല് വന്നത്. ആ റസൂല് പഠിപ്പിച്ച മതത്തിൽ നബിദിനാഘോഷമില്ല. ഇനി ഒരാൾ അത് മതത്തിൽ പെട്ടതാണ് എന്ന് വാദിക്കുമ്പോൾ റസൂല് തന്റെ പ്രബോധനത്തിൽ വഞ്ചന കാണിച്ചിരിക്കുന്നു. റസൂല് ഈ സമുദായത്തിന് മുഴുവനായിട്ട് പഠിപ്പിച്ചു തന്നിട്ടില്ല എന്നുള്ളതാണ് അവൻ വാദിക്കുന്നത് എന്ന് ഇമാം മാലിക് റഹിമഹുല്ല പറഞ്ഞതുപോലെ അന്നേ ദിവസം ഏതൊരു കാര്യം മതമല്ലേ, അത് ഇന്നും മതമാവുകയില്ല, അത് എന്നും മതമാവുകയില്ല എന്നും ഇമാം മാലിക് റഹിമഹുല്ല പറയുന്നു. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പലപ്പോഴായിട്ട് തന്റെ പ്രസംഗങ്ങൾ തുടങ്ങുമ്പോൾ പറഞ്ഞ കുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ, എല്ലാ പുതുതായിട്ടുണ്ടാകുന്നതും അത് ളലാലത്താണ്. മതത്തിൽ അള്ളാന്റെ റസൂല് പൂർത്തിയാക്കിയ മതത്തിലേക്ക് പിന്നെ പുണ്യം കൽപ്പിച്ചുകൊണ്ട് ഒരാൾ ഒരു കാര്യം കൊണ്ടുവന്നാൽ അത് നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് ആചരിക്കാൻ പറ്റില്ല. കാരണം അള്ളാഹുവിന്റെയും റസൂലിന്റെയും സർട്ടിഫിക്കറ്റ് വേണം കൂലി കിട്ടണമെങ്കിൽ. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഈ നബിദിനാഘോഷം അത് തള്ളപ്പെടേണ്ടതാണ്. ബിദ്അത്തിന്റെ പരിധിയിൽ വിടുന്നതാണ്. അതുകൊണ്ട് തന്നെ ബിദ്അത്ത് ചെയ്യുന്ന ആളുകളെന്ന ഹൗദുൽ കൗസറിന്റെ അടുക്കൽ നിന്ന് അള്ളാഹുവിന്റെ റസൂല് സുഹക്കൻ സുഹക്ക എന്ന് പറഞ്ഞ് ആട്ടിയോടിക്കും. അവരുടെ തൗബ തടയപ്പെടും, അവരുടെ സുന്നത്തുകൾ നഷ്ടപ്പെടും. അതുകൊണ്ടല്ലേ അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ദിക്ർ ഹൽക്ക ഉണ്ടാക്കിയ ആളുകളെ പള്ളിയിൽ നിന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആട്ടിയോടിച്ചത് ദിക്റല്ലേ സ്വലാത്തല്ലേ എന്ന് പറഞ്ഞിട്ട് അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് അനുവദിച്ചു കൊടുത്തിട്ടില്ല. റസൂല് പഠിപ്പിച്ച മതത്തിന് വിരുദ്ധമായി കൊണ്ട് ആരാധനകളിൽ തന്നെ കൂടുതലായിട്ട് മുഴുകും. ഉറങ്ങുകയില്ല, ഭക്ഷണം കഴിക്കുകയില്ല, അതുപോലെ തന്നെ രാത്രിയിൽ മുഴുവനായിട്ട് നോമ്പ് പിടിക്കും, അതുപോലെ തന്നെ കല്യാണം കഴിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞപ്പോ റസൂൽ തിരുത്തി കൊടുത്തു. ഞാൻ വിവാഹ ജീവിതം നയിക്കുന്നുണ്ട്, കുടുംബ ജീവിതം നയിക്കുന്നുണ്ട്, ഉറങ്ങുന്നുണ്ട്, നമസ്കരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങളൊക്കെ റസൂൽ ഞാൻ നോമ്പ് നോക്കാറുണ്ട്, പിടിക്കാറുണ്ട്. വമൻ റൈബാൻ സുന്നത്തി, ആരെങ്കിലും എന്റെ സുന്നത്തിനെ വെറുത്തു കഴിഞ്ഞാൽ അവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് പഠിപ്പിച്ച റസൂൽ. അതുകൊണ്ട് തന്നെ നബിദിനാഘോഷം വമാ ആതാകുമുർ റസൂൽ ഫഖുദൂഹു, റസൂൽ കൊണ്ടുവന്നത് നിങ്ങൾ സ്വീകരിച്ചോ, റസൂൽ കൊണ്ടുവന്നതിൽ പെട്ടതല്ല നബിദിനാഘോഷം എന്നുള്ളത് കൊണ്ട് തന്നെ തള്ളപ്പെടേണ്ടതാണ്. അത് ചെയ്താൽ പരലോകത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ കൈകടിച്ച് നിൽക്കേണ്ടി വരും. റസൂലെ താങ്കളുടെ മദ്ഹാണ് ഉദ്ദേശിച്ചത്, നന്മയാണ് ഉദ്ദേശിച്ചത്, അതാണ് റസൂലെ, ഇതാണ് റസൂലെ എന്ന് പറയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിക്കും, ഞാനല്ലേ നിങ്ങൾക്ക് കൊണ്ടുവന്നു തന്നത് ഈ മതം? ആ മതത്തിൽ നിങ്ങൾക്ക് പുണ്യമുള്ളതൊക്കെ ഞാൻ പഠിപ്പിച്ചു തന്നില്ലേ? പിന്നെ എവിടെ നിന്ന് കിട്ടി നിങ്ങൾക്ക് ഇത് എന്ന് ചോദിച്ചാൽ വിരല് കടിക്കേണ്ടി വരും. റസൂലിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് നമ്മേക്കാൾ സ്വഹാബത്തായിരുന്നു. ആ സ്വഹാബത്ത് ഇങ്ങനെ ഒരു കാര്യം ആചരിച്ചതായിട്ട് മുസ്ലിയാർക്കും ഇവിടെ തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുഴത്തിന് മുഴമായും ചാണിന് ചാണായും പിൻപറ്റിയ സ്വഹാബത്തിന് ഇത് ദീനിൽപ്പെട്ട കാര്യമാണ് എന്ന് മനസ്സിലായിട്ടില്ല എങ്കിൽ ആ റസൂലിന്റെ സ്വഹാബത്തിനെ പിൻപറ്റാൻ പറഞ്ഞ റസൂല്, ആ റസൂലിനെ പിൻപറ്റാൻ പറഞ്ഞ റസൂല് അവരിൽ നിന്ന് നമുക്കിത് കിട്ടിയതല്ല. അതുകൊണ്ട് തന്നെ അള്ളാഹിന്റെ റസൂലിനെ സ്നേഹിക്കണം. അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കേണ്ടത് ഇത്തിബാ കൊണ്ടാണ് എന്ന് മനസ്സിലാക്കുക. അങ്ങനെ നബിദിനാഘോഷം എന്ന് പറയുന്ന ബിദ്അത്തിൽ നിന്ന് രക്ഷപ്പെടുക സഹോദരങ്ങളെ. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.